ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അബുദാബി ടെമ്പിളിലേക്ക് പോവാണ്. സാരിയൊക്കെ വേഗം എടുത്തതാണ്, മേക്കപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനും ഉണ്ട്, വിസ്മയുണ്ട്, പിന്നെ നമ്മുടെ വിസ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അവരൊന്നും ആരും അറിയില്ല. അപ്പോൾ അബുദാബി ടെമ്പിളിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കാണാൻ ഒരു ആഗ്രഹം കൊണ്ട് പോവാണ്. അപ്പോൾ വിസ്മയനെ കാണിച്ചു തരാം കേട്ടോ. വിസ്മയ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാമോ സ്ലോ മോഷനായിട്ട്? വിസ്മയ്ക്ക് സാരി എടുത്തു കൊടുത്തത് ഞാനാണ്. എല്ലാം കണക്ക് തന്നെയല്ലേ. മുടി വെട്ടാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ അബുദാബി ടെമ്പിളിലെത്തിയേക്കാണ്. അമ്പലം. ഗൈസ്, സ്റ്റെപ്പ് കയറാൻ പറ്റണില്ല സാരി എടുത്തിട്ട്. അല്ലേ, സ്റ്റെപ്പ് കയറാൻ പറ്റണില്ലല്ലോ. സാരി എടുത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ 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 അതെ. അത് അവൾക്ക് കൊളാബ് കിട്ടിയ സാരിയാണ്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതാണ്. ഇനി അങ്ങനെ കൊളാബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസ്മയനെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. അതിന്റെ മോള് വേണമെങ്കിൽ ഗൈസ്, ഇവിടെ ഭയങ്കര കൊത്തുപണികളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് പോവാണ്. ഉള്ളിലത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അലോഡല്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി. സോ നമ്മൾ പുറത്തുള്ളതൊക്കെയാണ്, വിഷ്വൽസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അപ്പുറത്തും സ്വിമ്മിംഗ് പൂളുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് വിസ്മയ അമ്പലം? ധീരസിനിമ ഉണ്ടാ? ധീരസിനിമയുടെ ഒരു ലുക്കുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? ഉള്ളിലും നല്ല രസമുണ്ട്. പിന്നെ നമുക്കറിയാത്ത കുറെ ദൈവങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവാണോ? അല്ല, ശ്രീനാരായണ ഗുരുയുടെ പോലെ വേറെ അങ്ങനെ. അങ്ങനെ ഞങ്ങള് പ്രസാദം ഇട്ടു. റെഡ് കുറിയാണ് ഇവിടുത്തെ. അതുമായി നമുക്ക് ചോക്ലേറ്റ് ബാർ തരുന്നുണ്ട്, ചോക്കോബാർ. ഗൈസ്, നമുക്ക് ചോക്കോബാർ കിട്ടി. ചോക്കോബാർ ബിസ്ക്കറ്റ് ആണോ അത്? ഇത്ര മതി. ആദ്യമായിട്ടാണ് പ്രസാദം ഐസ്ക്രീം കിട്ടണത്. ബിസ്ക്കറ്റും ഐസ്ക്രീമും എല്ലാം. എങ്ങനെയുണ്ട് പ്രസാദം? ശരിക്കും അമ്പലത്തിലത്തെ പ്രസാദം അല്ല കേട്ടോ. അവിടെ അന്ന് എന്തോ ഈദോ അങ്ങനെ എന്തായിരുന്നു. അപ്പം അതിന് സ്പെഷ്യലായിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തിരുന്നു, പാർക്കിലൊക്കെ. അപ്പം അങ്ങനെ അബുദാബി ടെമ്പിളിലും ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഐസ്ക്രീം എല്ലാവർക്കും കൊടുത്തിരുന്നതാണ്. അല്ലാണ്ട് പ്രസാദം അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറി. നമുക്കിനി വിസ്മയ്ക്ക് ഒരു കൊളാബ് കിട്ടിയിട്ട് മന്തി കഴിക്കാൻ പോവാം.
ഹലോ ഗായ്സ്, ഹായ്. അപ്പം നമ്മൾ അറബിയൻ മജ്ലിസിക്ക് വന്നേക്കാണ്. എന്തിനാ വന്ന്? മന്തി ടേസ്റ്റ്. മന്തി കഴിക്കാൻ വന്നേക്കാണ്. ഇവിടുത്തെ മന്തി സൂപ്പറാന്ന് നമ്മൾ അറിഞ്ഞു. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ അറബിയൻ മജ്ലിസിലെ ഫുഡ് ട്രൈ ചെയ്യാൻ വന്നേക്കാണ്. ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പെഷ്യൽ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ മന്തികളാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ഏതൊക്കെ മന്തികൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് നമുക്ക് നോക്കാം. വിശക്കുന്നു. ഗൈസ്, ഫസ്റ്റ് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ടർ എന്ത് സൂപ്പർ. ചേട്ടാ ഇതെന്ത് മന്തിയാ? നമ്മുടെ അടി നോക്കാണ്. ഞാനൊക്കെ എന്റെ കണ്ണ് താഴ്ത്തു. ഇപ്പൊ നോക്കി നോക്ക്. ഞാൻ ഫുഡ് സൂപ്പറാത് പറയാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഫുഡ് സൂപ്പറായിരുന്നു. ഗൈസ്, ഞങ്ങള് അറേബ്യൻ മജ്ലിസ് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെയാണ് ലേറ്റ് ഉള്ളത്. ഫുഡ് ഉണ്ടായിരുന്നു. ഏത് ഇഷ്ടായത്? ചട്ടിമന്തിയാണോ പെരിപെരിയാണോ? എനിക്ക് പെരിപെരി സൂപ്പർ. പെരിപെരി സൂപ്പറായിരുന്നു. പക്ഷെ ചട്ടിമന്തി ആദ്യമായിട്ടാണ്. അതും സൂപ്പറായിരുന്നു. ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. നീയോ? അപ്പൊ എല്ലാവരും അത് മസ്റ്റായിട്ടും കഴിക്കണം അല്ലേ, ഒരു വട്ടെങ്കിലും. പിന്നെ നമ്മുടെ പെരിപെരിയൊക്കെ നമ്മുടെ ഇന്നും നമ്മൾ കഴിക്കണതാണ്. അത് പക്ഷെ നമ്മുടെ ഫേവറേറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് നല്ല ഇഷ്ടമായില്ല. പിന്നെ ഇവിടെ മയോണൈസ് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചില സ്ഥലത്ത് ഇവിടെ മയോണൈസ് കിട്ടാറില്ല മന്തിയുടെ ഒപ്പം, പക്ഷെ ഇവിടെ മയോണൈസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും അറേബ്യൻ മജ്ലിസ് വന്നിട്ട് വിസിറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം അല്ല, എക്സ്പീരിയൻസ്. എന്നിട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി എന്നൊക്കെ പറഞ്ഞത് അല്ലേ, സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാലും പോണം.